മഹാഭാരത കഥകളിലേക്ക് സ്വാഗതം കൂട്ടുകാരെ. പാണ്ഡവർ തങ്ങളുടെ വനത്തിലൂടെയുള്ള യാത്ര തുടരുകയാണ്. ഒപ്പം കൂട്ടിനായി ലോമേശ മഹർഷിയും ഉണ്ട്. ഗന്ധമാദന പർവ്വതത്തിൽ പോകണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടാവുകയും അവിടേക്ക് നടന്നെടുക്കുകയും ചെയ്യുകയാണ്. പാഞ്ചാലി തളർന്നു പോയിരിക്കുന്നു. ബദരികാശ്രമത്തിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. തളർന്നവശയായ ദ്രൗപദിയെയും കൊണ്ട് എങ്ങനെ അവിടെ എത്തുമെന്ന് യുധിഷ്ഠിരൻ ഭയന്നു. ഭീമസേനൻ ഏട്ടന് എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്തെങ്കിലും യുധിഷ്ഠിരൻ ഭീമസേനനോട് ഭീമപുത്രനായ ഘടോത്കജനെ വിളിച്ചു വരുത്തുവാൻ ആവശ്യപ്പെടുകയാണ്. തന്റെ പുത്രനായ ഘടോത്കജനെ ഭീമസേനൻ സ്മരിച്ചു. ആ മാത്രയിൽ തന്നെ ഘടോത്കജൻ ഭീമസേനന്റെ അടുത്ത് എത്തിച്ചേർന്നു. എന്തു വേണമെന്നാവശ്യപ്പെട്ടു. തളർന്നു കിടക്കുന്ന അമ്മയെ, ദ്രൗപദിയെ നീ തോളത്തേറ്റി ബദരികാശ്രമത്തിലേക്ക് എത്തിക്കണം. അതിനെന്താ പിതാവേ, ഞാൻ ദ്രൗപദിയെ എൻ്റെ തോളത്തേറ്റി, അമ്മയെ തോളത്തേറ്റി ഞാൻ അവിടെ എത്തിച്ചോളാം. അങ്ങനെ ഭീമസേനൻ പറഞ്ഞതനുസരിച്ച് ഘടോത്കജൻ ദ്രൗപദിയെ ഏറ്റി ബദരികാശ്രമത്തിലേക്ക് പറന്നു. അനേകം രാക്ഷസന്മാർ, നല്ല ശക്തിയുള്ള രാക്ഷസന്മാർ ബ്രാഹ്മണരെയെല്ലാം തോളത്തേറ്റി. നകുല സഹദേവന്മാരെയും അതുപോലെ തന്നെ അവിടെ എത്തിക്കാമെന്ന് ഘടോത്കജൻ വാക്കുകൊടുത്തു. പിന്നീട് ലോമേശ മഹർഷി തപശക്തിയാൽ ആകാശഗമനം നടത്തി. ധൗമ്യ പുരോഹിതനെയും കൂടി ഭീമസേനൻ ഘടോത്കജനോട് അവിടെ എത്തിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അവരെല്ലാവരും ബദരികാശ്രമത്തിൽ എത്തിച്ചേർന്നു. വഴിയിലെ രസകരമായ കാഴ്ചകൾ അവരെ രസിപ്പിച്ചു. ഗന്ധർവന്മാരുടെയും കിംപുരുഷന്മാരുടെയും മറ്റും വിഹാരരംഗങ്ങൾ അവർ കണ്ടു. വന്യമൃഗങ്ങളെ ധാരാളം ദർശിച്ചു. കുലം കുത്തി ഒഴുകുന്ന പുഴകളെയൊക്കെ കണ്ട് അവരുടെ മനസ്സ് വളരെ സന്തോഷം അനുഭവിച്ചു. തുടർന്ന് പ്രകൃതിസുന്ദരമായ നരനാരായണാശ്രമം ദർശിച്ചു. അവിടെ ചൂടും തണുപ്പും ഒന്നും അവർ അനുഭവിച്ചില്ല. കാരണം മന്ത്രങ്ങളുടെ ഉച്ചാരണം മാത്രം ഇങ്ങനെ ഉയർന്നു കേട്ടുകൊണ്ടിരുന്നു. ശുദ്ധചിത്തരും സംയമശീലരുമായ മുമുക്ഷുക്കൾ അവിടെ വസിച്ചിരുന്നു. മുമുക്ഷുക്കളും മഹർഷിമാരും യുധിഷ്ഠിരനെയും പാണ്ഡവരെയും മറ്റ് അനുയായികളെയും സ്വീകരിച്ച് ബദരികാശ്രമത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടി പാണ്ഡവർ താമസിച്ചു. ബദരികാശ്രമത്തിൽ പാണ്ഡവർ അർജുനനെ കാണാനുള്ള മോഹവുമായി 6 ദിവസം താമസിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു നാൾ ദ്രൗപദിയുടെ മുന്നിലേക്ക് രമ്യമായ സുന്ദരമായ സുഗന്ധമുള്ള സൗഗന്ധിക പുഷ്പം കാറ്റിൽ വന്ന് വീണു. അതിൽ മോഹിതയായ ദ്രൗപദി ആ പൂവ് എങ്ങനെയെങ്കിലും കൊണ്ടുതരണമെന്ന് ഭീമസേനനോട് ആവശ്യപ്പെടുകയാണ്. കാമ്യക വനത്തിലെ ആശ്രമത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ കുറെ സൗഗന്ധിക പുഷ്പങ്ങൾ കൂടി കൊണ്ടുപോകണമെന്ന് ദ്രൗപദി ആഗ്രഹിച്ചു. അവർ ഭീമസേനനോട് ഇങ്ങനെ പറഞ്ഞു: എന്റെ നേർക്ക് അങ്ങേക്ക് സ്നേഹമുണ്ടെങ്കിൽ എനിക്ക് ഈ പുഷ്പങ്ങൾ കൊണ്ടുതരണം. വായുവിന്റെ ഗതി മനസ്സിലാക്കിയ ഭീമസേനൻ ഈ പുഷ്പം എവിടെയാണ് ഉള്ളതെന്ന് തിരിച്ചറിഞ്ഞു. തുടർന്ന് ഈ പുഷ്പം തൻ്റെ പ്രിയതമയ്ക്ക് കൊടുക്കുന്നതിന് വേണ്ടി അത് ശേഖരിക്കാൻ ഭീമസേനൻ പുറപ്പെടുകയാണ്. ഭീമസേനനോട് ഹനുമാൻ ഇങ്ങനെ പറഞ്ഞു: ഹേ മനുഷ്യ, നീ എവിടേക്കാണ് പോകുന്നത്? ഇവിടെ കാണുന്ന പർവ്വതത്തിൽ ധാരാളം ക്രൂരമൃഗങ്ങളുണ്ട്. നിനക്ക് ജീവന് അത് അപകടം വരുത്തും. നീ തിരിച്ചു പോകൂ. ഇവിടെ ധാരാളം പഴങ്ങളുണ്ട്. അതെല്ലാം കഴിച്ച് നിനക്ക് തിരിച്ചു പോകാം. ഞാനൊന്ന് ഉറങ്ങാൻ വേണ്ടി തുടങ്ങുകയായിരുന്നു. നിന്റെ ശബ്ദം കേട്ട് എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു. നീ എന്തിനാണ് എന്നെ ശല്യം ചെയ്യുന്നത്? ഞാൻ വിഖ്യാതമായ ചന്ദ്രവംശത്തിലെ കുരുകുലത്തിൽ പിറന്നവനാണ്, കുന്തിപുത്രൻ, വായുപുത്രനായ ഭീമസേനൻ. ഓഹോ, ഞാൻ വെറും ഒരു കുരങ്ങനാണ്. ഈ വഴിക്കാണ് നീ പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും. ഹനുമാൻ ഭീമസേനനോട് ഇങ്ങനെ പറഞ്ഞു. ഞാൻ ഇതുവഴി പോകുക തന്നെ ചെയ്യും. നീ എനിക്ക് വഴി മാറിത്തരിക. നീ വയ്യാത്ത ഒരു കുരങ്ങനാണെങ്കിൽ വഴി അല്പം മാറിക്കിടക്കൂ. ഭീമസേനൻ ഹനുമാനോട് പറഞ്ഞു. ഹേ വായുപുത്ര, പരമാത്മാവ്
എല്ലാവിടെയും വസിക്കുന്നു. എന്നെ മറികടക്കുക എന്നാൽ എന്നെ അപമാനിക്കലാണ്. അതുകൊണ്ട് നീ എൻ്റെ വാലെടുത്തു മാറ്റിയ ശേഷം കടന്നുപോയിക്കൊള്ളുക. ഓ, ഈ വാലാണോ? ഹനുമാൻ സമുദ്രം താണ്ടിയതുപോലെ ഒന്നുമില്ലല്ലോ, അതിലും വലുതൊന്നുമില്ലല്ലോ, ഈ ഒരു കുഞ്ഞു വാലല്ലേ, അത് ഞാൻ മാറ്റിക്കൊള്ളാം. അപ്പോൾ ഹനുമാൻ ചോദിച്ചു, ഹനുമാനോ, അതാരാണ്? അറിയാത്ത പോലെ ഭീമസേനോട് ഇങ്ങനെ ചോദിച്ചു. സീതയെ രക്ഷിക്കാൻ വേണ്ടി 100 യോജന വീതിയുള്ള കടലിനെ ഒറ്റച്ചാട്ടത്തിൽ മറികടന്നവനാണ് എൻ്റെ ജ്യേഷ്ഠനായ ഹനുമാൻ. അങ്ങനെ ബലവാന്മാരായ 2 സഹോദരന്മാരാണ് ഞങ്ങൾ. നീ വേഗം എൻ്റെ വഴിയിൽ നിന്നും മാറിക്കൊള്ളുക, അല്ലെങ്കിൽ നീ കാലപുരിക്ക് പോകേണ്ടി വരും. ഓ, ഈ വാലാണോ? ഇതിനെ ഞാൻ ഇപ്പോൾ മാറ്റി ഞാൻ കടന്നു പോയിക്കൊള്ളാം. ഭീമസേനൻ വേഗം, ഒരു കൈ മതിയല്ലോ ഈ വാലെടുത്ത് മാറ്റാൻ എന്ന് പറഞ്ഞ് ഒരു കൈ കൊണ്ട് വാലിനെ എടുത്തു പൊക്കാൻ നോക്കി. പാറ പോലെ ഉറച്ചു കിടക്കുന്ന ശക്തിയേറിയ വാലിനെ ഒന്ന് തൊടാൻ, ഒന്ന് അനക്കാൻ പോലും സാധാരണക്കാർക്ക് കഴിയുകയില്ല. ഭീമസേനൻ തൻ്റെ കൈകൊണ്ട് എടുത്തു പൊക്കാൻ നോക്കി. വാൽ അനങ്ങുന്നു പോലുമില്ല. 2 കൈ കൊണ്ടും നോക്കി. അപ്പോഴും അതുതന്നെ സ്ഥിതി. ഭീമസേനന് മനസ്സിലായി, ഇത് സാധാരണ ഒരു കുരങ്ങനല്ല. ഉടനെ തന്നെ കുരങ്ങന്റെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിക്കുകയാണ് ഭീമസേനൻ. അങ്ങ് ആരാണ്? ദേവനോ ഗന്ധർവനോ യക്ഷനോ? പറയൂ. ഹേ ഭീമസേന, ഞാൻ വാനര രാജാവായ കേസരിയുടെ പത്നിയിൽ ജഗത്പ്രാണനായ വായുവിനുണ്ടായ പുത്രനാണ്. ഞാനാണ് ഹനുമാൻ. ഗന്ധർവന്മാരും അപ്സരസുകളും രാമകഥ പറയുന്നുണ്ട്. എവിടെ രാമകഥ പറയുന്നുവോ അവിടെ ഞാൻ ഉണ്ടാവുമെന്ന് നിനക്കറിയാമല്ലോ. അത് കേൾക്കാനാണ് ഞാനിവിടെ താമസിക്കുന്നത്. നീ ഇതിനപ്പുറത്തേക്ക് പോകരുത്. അത് ദേവന്മാർക്കുള്ള മാർഗമാണ്. പോയി കഴിഞ്ഞാൽ നിന്നെ ആരെങ്കിലും ശപിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്തേക്കാം. അതുകൊണ്ട് നീ ഇവിടുന്ന് അങ്ങോട്ട് യാത്ര ചെയ്യാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ ഒരു പരീക്ഷണം നിന്നിൽ നടത്തിയത്. മാത്രമല്ല, നിനക്ക് പോകാനുള്ള തടാകം ഇതാ ഇവിടെയാണ്. അവിടെ പോയി പൂവ് പറിച്ചുകൊള്ളുക. സന്തോഷം കൊണ്ട് ഭീമസേനൻ എന്തു പറയണമെന്ന് അറിയാതെയായി. ഭീമസേനൻ ഇങ്ങനെ ആവശ്യപ്പെട്ടു. അല്ലയോ ജ്യേഷ്ഠ, ഞാൻ ആദ്യമായാണ് അങ്ങയെ കാണുന്നത്. ദിവ്യമായ അങ്ങയുടെ രൂപം എനിക്ക് കാണണം. ആ മഹാരൂപം എനിക്ക് കാണിച്ചു തന്നാലും. സമുദ്രം താണ്ടിയ സമയത്ത് കാണിച്ച ആ മഹാരൂപം യുഗങ്ങൾ മാറിയതോടുകൂടി എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ലെന്ന് ഹനുമാൻ പറഞ്ഞെങ്കിലും ഭീമസേനൻ വാശി പിടിക്കുകയും ആ രൂപം കാണണമെന്ന് ഒരുപാട് മോഹിക്കുകയും ചെയ്തു. തുടർന്ന് ഹനുമാൻ ആ ദിവ്യമായ രൂപം കാണിച്ചു കൊടുത്തു. ആ മഹാരൂപം ഭീമന് കാട്ടിക്കൊടുത്തു. അതുകൊണ്ട് വിസ്മിതനായ ഭീമൻ കോൾമയുർക്കൊണ്ടു സൂര്യതുല്യമായ തേജസ്സോടെ സ്വർണ്ണ പർവ്വതം പോലെ ആകാശം മുട്ടെ വളർന്നു നിന്ന ആഞ്ജനേയന്റെ മുൻപിൽ കൈകൂപ്പിക്കൊണ്ട് ഭീമൻ പറഞ്ഞു, ആഞ്ജനേയ, അങ്ങയുടെ നേർക്ക് നോക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല. അങ്ങയ്ക്ക് നേടാനാവാത്തതായി ഒന്നുമില്ല. ആ മഹാരൂപത്തെ അങ്ങ് പ്രതിസംഹരിച്ചാലും. തുടർന്ന് ആ മഹാരൂപം കൈവെടിഞ്ഞ് ഹനുമാന്റെ ചെറിയ രൂപം സ്വീകരിച്ചുകൊണ്ട് ഭീമസേനനെ, തൻ്റെ അനുജനെ മാറോടണയ്ക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് തടാകത്തിലേക്കുള്ള വഴി ഹനുമാൻ സ്വാമി ഭീമസേനന് കാണിച്ചു കൊടുത്തു. തുടർന്നുള്ള ഭാഗത്തിനായി കാത്തിരിക്കുമല്ലോ. മഹാഭാരത കഥകൾ തുടരുകയാണ്. മഹാഭാരത കഥകൾ പറയുന്നതും കേൾക്കുന്നതും പുണ്യമത്രേ. കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. അപ്പോൾ അടുത്ത ഭാഗവുമായി അടുത്ത ആഴ്ച കാണാം.